ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളുടെ സബ്സ്ക്രൈബറിൻ്റെ ഒപ്പം 1v1 കളിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റിൽ 1v1 കളിക്കാൻ വേണ്ടിയിട്ട് UID കമൻറ്റ് ചെയ്യുക. നമ്മൾ അവർക്കൊക്കെ റിക്വസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് 1v1 കളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, അവൻ പറഞ്ഞു അത്രയും വലിയ ഹെഡ്ഷോട്ട് പ്ലെയർ ഒന്നുമല്ല ബ്രോ, ഈ കളി ജയിക്കുക വെച്ചാൽ ബ്രോ എന്നെ ഗിൽഡ് കയറ്റിയാൽ മതി പറഞ്ഞു. ഞാൻ അവനെ ഗിൽഡ് കയറ്റി വെച്ചിരുന്നു ഗൈസ്. അവനാണ് ഇപ്പോൾ ടോപ്പ് ഗ്ലോറി അടിച്ചത് കേട്ടോ ഗൈസ്. ഗിൽഡിലെ ഏറ്റവും ടോപ്പ് ഗ്ലോറി അടിച്ചത് അവനാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവനെ എൽഡർ ആക്കി വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, ബ്രോ ഈ കളി ഞാൻ തോറ്റ ബ്രോ വേണമെങ്കിൽ എന്നെ ഗിൽഡിലോട്ട് കിക്കാക്കി പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ കളിക്കാറുണ്ട്. നമ്മൾ രണ്ടാളും കൂടി ഞാൻ പറഞ്ഞു നമുക്ക് ഹെഡ്ഷോട്ട് അടിച്ച് കളിക്കാറുണ്ട്. എന്നാൽ ശരി പറഞ്ഞിട്ട് അവൻ ഇതാക്കി. എന്നിട്ട് നൈസ് ഇങ്ങനെ ഹെഡ്ഷോട്ട് അടിച്ചായിരുന്നു. ഞാൻ 145 കൊടുത്തു. എന്നിട്ട് അവൻ എനിക്കും 145 തന്നു. എന്നിട്ട് ഞാൻ മെഡടിക്കാതെ നൈസിൽ അവനെ ഡ്രാഗ് ചെയ്താണ് മേത്തുകൊണ്ട്. എന്നിട്ട് ഞാൻ സിറ്റപ്പ് ഇരുന്ന് കാണിച്ചു ഗൈസ്. ഇങ്ങനെ അടുത്ത കളി തുടങ്ങി ഗൈസ്. അടുത്ത റൗണ്ടായി നമ്മളിങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈസിൽ സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ചാടി കളിക്കുക കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളി ഗൈസ് ഓപ്പണായി. നൈസിൽ ഞാൻ ചാടി വന്ന് നൈസിൽ അവനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയേക്കാണ്. അങ്ങനെ ചാടിയാണ് വന്ന് നൈസിൽ ഞാൻ ഒരു 17 കൊടുത്തു, പിന്നെ ഒരു 145 കൊടുത്തു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ വീഴാത്തേന്ന്. പിന്നെ ഞാൻ കുറേ നേരിട്ട് വട്ടം നോക്കിയിട്ട് എന്നിട്ട് അറ്റ് ലാസ്റ്റ് അവനെ ഞാൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓപ്പണിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് ഇങ്ങനെ ഓപ്പണിൽ നിന്ന് പിന്നെ അവനും ഞാൻ ഒളിച്ചളിയായി. അപ്പോൾ ആരോഗ്യം ബുക്ക് ചെയ്തായിരുന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാ. നെക്സ്റ്റ് ഞങ്ങളെല്ലാം കളിച്ച് ലാസ്റ്റ് അവൻ എന്നെ എന്ത് ചെയ്യാനാ ഗൈസ്, ഓരോ ഗലിയിലോടുന്ന് അപ്ഡേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ M500 അടിച്ചാൽ 145 കയറുള്ളൂ. എന്നിട്ട് അവൻ എന്നെ കൊന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരു കളി ഞാൻ, ഒരു കളി അവൻ, ഒരു കളി ഞാൻ, അങ്ങനെയായിട്ട് കളിക്കുന്നത്. എന്നിട്ട് നൈസിൽ ഞാൻ എന്ത് ചെയ്തു, AWയും പിന്നെ ഡെസേർട്ട് ഈക്കിളുമാണ് എടുത്ത്. എന്നിട്ട് നൈസിൽ ഞാൻ AW കൊണ്ട് കളഞ്ഞ് ഡെസേർട്ട് ഈക്കിൾ കൊണ്ട് കളിക്കാൻ വെച്ചു. അപ്പോഴേക്കും അപ്പോൾ അപ്പുറത്ത് നേരെ അവൻ്റെ സ്പോണായ സ്ഥലത്ത് നിന്ന് വന്നിട്ട് നേരെ എന്നെ അടിയാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് അടിയാറ്. ഞാൻ ജംഷനിൽ ഞാൻ ഇരുന്നിട്ട് അടിയാറ്. എന്നിട്ടാണ് സിറ്റി നിന്ന് അടിക്കാൻ നോക്കി കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ അവൻ്റെ മണ്ടടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും വിചാരിച്ചാൽ അവനെ വന്ന് നമുക്ക് വാറിനൊക്കെ ഇറക്കണമെന്ന്. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇന്നെ അവൻ കൊന്നിട്ട് അവൻ 2 റൗണ്ട് ഇക്വൽ റൗണ്ട് ആയിട്ടുണ്ട്. അവൻ സമനില പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ സമനില പൊട്ടിച്ചല്ല, എന്നാൽ ഇക്കും പൊട്ടിക്കണം പറഞ്ഞാൽ ഞാൻ വലിയ ആവേശത്തിൽ AW കൊണ്ട് കയറി ചെന്നാ. ഞാൻ ഫ്രീ ഫയർ ഇപ്പോൾ കയറ്റിയിട്ടുള്ളത്, അതുകൊണ്ടാണ് എനിക്കൊന്ന് അടിക്കാനും വല്ല. അവൻ എൻ്റെ മണ്ടടിച്ച് പൊളിച്ചിട്ട് അവൻ കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ നൈസിൽ. അവൻ ഒരു മൂമെൻറ്റ് ബെറ്റ പ്ലെയറാണ് കേട്ടോ. ബെറ്റ പ്ലെയറാണ്, PC കളിക്കും, അതുപോലെ മൊബൈലിലും കളിക്കും. ബെറ്റ പ്ലെയറാണേ. എന്നിട്ട് അവൻ നൈസിൽ എന്ത് ചെയ്തു, അവൻ എന്നെ അങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂമെൻറ്റ് ഇടും അവൻ. അപ്പോൾ ഈ കളി കാണാൻ പറ്റുമേ ഞാൻ അവനെ കുത്തി പിടിച്ച് കൊല്ലുന്നത് കണ്ടോ. നൈസിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി, ഞാൻ ഒരു ഡാമേജ് എടുക്കാൻ നോക്കി, പറ്റിയില്ല. പിന്നെ നേരത്തേക്ക് നോക്കി പറ്റിയില്ല. ഞാൻ അങ്ങോട്ട് നോക്കി പറ്റിയില്ല. നിലത്തിറങ്ങി 1 കൊടുത്തു, പറ്റിയില്ല. 2 കൊടുത്തു, പറ്റിയില്ല. 3 കൊടുത്തു, പറ്റിയില്ല. 4 കൊടുത്തു, പറ്റിയില്ല. 5 കൊടുത്തു, പറ്റിയില്ല. ഇത് ഞാനും മുന്നിൽ ലാസ്റ്റ് ഒരു 69 കൊടുത്തപ്പോൾ അവൻ ചത്ത്. അങ്ങനെ 2, 3. എന്നിട്ട് നൈസിൽ ഇമോട്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ ഒക്കെ ഇരുന്നു. അതുകൊണ്ട് പാവല്ലേ, എൻ്റെ സബ്സ്ക്രൈബറല്ലേ, നമ്മളിങ്ങനെ സിറ്റപ്പാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നൈസിൽ അടുത്ത റൗണ്ടിന് വേണ്ടി നമ്മളിങ്ങനെ ഇതിലിങ്ങനെ പ്രിപ്പയർ ആയിട്ട് കളി തുടങ്ങി. നൈസിൽ ഞാൻ അതിൻ്റെ മേലെ ചാടി കയറി നേരെ അങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് കൊണ്ടില്ല, അങ്ങോട്ട് ചാടി കൊണ്ടില്ല, പിന്നെയും ചാടി കൊണ്ടില്ല, പിന്നെയും ചാടി കൊണ്ടില്ല, പിന്നെയും ചാടി കൊണ്ടില്ല. നൈസിൽ അങ്ങനെ അവൻ്റെ ഹെഡ്ഷോട്ട് അടിച്ച് അവൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് ഹെഡ്ഷോട്ട് അടിച്ച് കളിക്കാമെന്ന്. അതിൽ ഹെഡ്ഷോട്ട് അടിക്കാൻ കളിച്ച് 4-2 ആയിട്ടുണ്ട്. അങ്ങനെ 2 കളിയും കൂടി എടുത്താൽ 4-4 ആവും. അവൻ നൈസിൽ പൊട്ടാസ് എടുത്ത്, ഞാനെടുത്ത് എന്നിട്ട് ആരാളും എടുത്താലും പൊട്ടാസ് എടുത്ത് ഞാൻ തന്നെ എടുത്ത് പൊട്ടാസ് എടുത്ത് നൈസിൽ ഞാൻ സിറ്റപ്പ് ആക്കി കാണിച്ചു കൊടുത്തു. വെറുതെ ഇതൊക്കെ ഒരു തമാശല്ലേ. അതിൽ കയറി വന്ന് അവനെ 2 അടി അടിച്ചിട്ട് അവനാണ് കൊന്ന് നൈസിൽ. എന്നിട്ട് നൈസിൽ ഞാൻ അങ്ങനെ സിറ്റപ്പ് ആക്കി നൈസിൽ അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക കേട്ടോ. അങ്ങനെതാ നൈസിൽ അടുത്ത റൗണ്ട് തുടങ്ങാറായി. 8 റൗണ്ടായിട്ട് കളിച്ച് 8 റൗണ്ടായിയേ. എന്നിട്ട് ഈ കളി ഞാൻ ജയിച്ചു 9ാമത്തെ റൗണ്ടായി. പിന്നെ ലാസ്റ്റ് ഒരു റൗണ്ട് കൂടി. എന്നിട്ട് ഗൈസ് ഇത് ഞങ്ങളിങ്ങനെ കളിച്ച് അവൻ്റെ ഇതൊക്കെ ഇട്ട് നൈസിൽ ഇങ്ങനെ വന്ന് നൈസിൽ ഞാൻ ചലന്തിയും കുടുങ്ങി അവനെ ഞാൻ കൊല്ലുകയും ചെയ്തു ഗൈസ്. അങ്ങനെ 4-4 സമനില പിടിച്ചപ്പോൾ ഗൈസ് ഇനി ഇതിലൊരു
ഗൈസ് ഇങ്ങനെയൊക്കെയാണ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഇങ്ങനെ വേണം കണ്ടു നോക്ക് ഗൈസ്. അല്ലാതെ വെറുതെ ചതിക്കാനായിട്ടല്ല പ്ലേയേഴ്സ്. ഗൈസ് അവൻ്റെ കളി നോക്ക് ഗൈസ്. അവൻ എന്നോട് സിറ്റപ്പ് ആവുന്നുണ്ടേ നോക്കട്ടോ. നെക്സ്റ്റ് ഞങ്ങളിങ്ങനെ ഓടിക്കളിക്കുക. ഇങ്ങനെ ഓടിക്കളിച്ച് കളിച്ച് ഇങ്ങനെ ടാപ്പ് സ്വിച്ച് കാണിക്കുന്നില്ലേ, അത് ഇങ്ങനെ നെക്കി പിടിച്ച് നൈസിൽ ഇങ്ങനെ എറിയാൻ നോക്കി, കണ്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ചാടി കളിക്കുക. സോ ഇവിടെ നിന്ന് കാണാൻ പറ്റും അവൻ ടീമപ്പ് ആവുന്നത്. നേരങ്ങളിൽ നമ്മളുടെ ടീമപ്പായി. എന്നിട്ട് ഞാൻ വെച്ചു അവൻ എന്നെ അടിക്കാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ പറയാലോ ഗൈസ്, ഞാൻ ഇപ്പം കളിച്ചതിൽ ഏറ്റവും കുറച്ച് ഒരു എന്താ റെസ്പെക്റ്റുള്ള ഒരാൾ അത് ഇവൻ തന്നെ കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചാലേ, ഞാനും കുറേ ചാവാനൊക്കെ നോക്കി, ഒന്നും നടന്നില്ല ഗൈസ്. കണ്ടോ? എന്നിട്ട് അവൻ ആ സോണ് വരുമ്പോൾ എന്താ കാട്ടുന്നേ നോക്കിട്ടോ. ആ സോണ് വന്നിട്ട് അവനതാ അവിടെ കണ്ടോ. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.